Hello friends, welcome back to Aishu's vlog. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കേക്ക് പോപ്സിന്റെ റെസിപ്പി ആയിട്ടാണ്. കാണുന്ന പോലെയല്ല, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബാക്കി വന്ന പീസസ് ആണ്. വാനില സ്പോഞ്ച് കേക്കിന്റെയും ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന്റെയും പീസസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ കേക്ക് പീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ബ്രെഡ് യൂസ് ചെയ്തും തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ നല്ലോണം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് പീസ് ഇല്ലെങ്കിൽ ബ്രെഡ് പീസും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് പാലാണ്. പാൽ ഒരു 3-4 ടേബിൾ സ്പൂണ് മതിയാവും. കേക്ക് പീസ് ഇതുപോലെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി, മിക്സി ഉപയോഗിക്കണം എന്നില്ല. നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം പാലൊഴിച്ച് കൊടുക്കാം. ഒരുപാട് പാലൊഴിക്കരുത്, ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ മാത്രമുള്ള പാലൊഴിച്ചാൽ മതി. പാലുപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പാലൊഴിക്കണം, അധികം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. പിന്നെ പാലിൻ്റെ അളവ് കുറഞ്ഞാൽ ശരിക്കും ബോൾസ് ആക്കി കിട്ടാനും പ്രയാസമായിരിക്കും. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കി എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ് ബോളാക്കി എടുക്കുക. ഇപ്പം ഞാൻ എടുത്തത് വലുതായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ തീരെ ചെറുതാവാനും പാടില്ല. നമുക്കിതിൽ ലോലിപോപ്പിൻ്റെ പോലത്തെ സ്റ്റിക്സ് വെക്കാനുള്ളതാണ്, അതുകൊണ്ട് തീരെ ചെറുതാവാനും പാടില്ല, ഒരുപാടങ്ങ് വലുതാവാനും പാടില്ല. ഈ ഒരു സൈസിൽ വേണം ബാക്കി എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാൻ. ഇതുപോലെ എല്ലാം ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം അടുത്ത ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ബോൾസ് ഇതുപോലെ തന്നെ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യാം. പിന്നെ ബ്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം ഷുഗർ സിറപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ പാലിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല, കാരണം കേക്കിൽ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ബ്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പാലിൽ കുറച്ച് പഞ്ചസാര ചേർക്കുക. പിന്നെ ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷുഗർ സിറപ്പിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലത്തെ കേക്ക് ആകുമ്പോൾ നല്ലോണം മധുരം ഉണ്ടാവും ഓൾറെഡി, അതുകൊണ്ടാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ചേർക്കാത്തത്. മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ 2 ടൈപ്പ് ബോൾസും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കുക. ഞാൻ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഓവണിൽ വെച്ച് മെൽറ്റ് ചെയ്തോ എടുക്കാവുന്നതാണ്. എനിക്ക് കേക്കിൻ്റെ ബാക്കി വന്ന വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ ഉണ്ടായിരുന്നു, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ ഗനാഷ യൂസ് ചെയ്യേണ്ട, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്, അതായത് ഡബിൾ ബോയിൽ ചെയ്തത് മാത്രം യൂസ് ചെയ്താൽ മതി. ഈ ഗനാഷ ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചാൽ വേഗം മെൽറ്റായി പോകും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് മാത്രം എടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ലോലിപോപ്പിൻ്റെ സ്റ്റിക്കാണ്. ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഈ സ്റ്റിക്ക് ഈ ബോളിലൊന്ന് ഇൻസേർട്ട് ചെയ്യണം. ഡയറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്താൽ അത് ഒട്ടി പിടിക്കില്ല, അതുകൊണ്ട് ഈ സ്റ്റിക്ക് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ബോളിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ഈ സ്റ്റിക്ക് ഒന്നുകൂടെ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റിക്ക് അവിടെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചോക്ലേറ്റ് ഉള്ളിലെത്തിയാൽ മാത്രമേ സ്റ്റിക്ക് അവിടെ ഉറച്ച് നിൽക്കുള്ളൂ. എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അരമണിക്കൂർ വെച്ചാൽ മതി. കുറേ നേരം പുറത്ത് വെച്ചാൽ ഈ ചോക്ലേറ്റ് കട്ടിയായി വരും, അതുകൊണ്ട്
ബോൾസ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതിൻ്റെ മുന്നേ ഇതൊന്നുകൂടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഇപ്പം ബോൾസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ചോക്ലേറ്റ് കൊണ്ട് നല്ലോണം കവർ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ അധികം വരുന്ന ചോക്ലേറ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഗനാഷ യൂസ് ചെയ്തുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആവുന്നത്, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം ഞാൻ ഷുഗർ ബോൾസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോ ഇതുപോലത്തെ ഒരു പ്ലേറ്റിലോ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ ഗനാഷ യൂസ് ചെയ്തുകൊണ്ട് നല്ലോണം മെൽറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് പ്ലേറ്റിൽ വെച്ചത്. ചോക്ലേറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ മെൽറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കപ്പിലോ ഗ്ലാസ്സിലോ ഇട്ട് വെക്കാം. അധികം ഹൈറ്റുള്ള ഗ്ലാസ്സിലൊന്നും ഇട്ട് വെക്കാൻ പാടില്ല. പിന്നെ കുറച്ച് വൈഡായിട്ടുള്ള ഗ്ലാസ്സിൽ ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ എല്ലാം ഡിപ്പ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷം യൂസ് ചെയ്യാം. മൊത്തം ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എൻ്റേത് നല്ലോണം മെൽറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ ഓരോ ബാച്ചസ് ആയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. വളരെ ഈസി അല്ലേ തയ്യാറാക്കാൻ. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക, ഒരിക്കലും ഗനാഷ യൂസ് ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്